നമുക്കിത് നല്ല ചുവന്ന ചീര കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ക്വാഷ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിൻ്റെ ഇലയും കിളുന്ത് തണ്ടും ഇലയും എല്ലാം കൂടെ എടുത്തിട്ട് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുക്കാം. നമ്മുടെ ചീരയൊക്കെ കഴുകി അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം ഒഴിക്കാം. ഈ കുപ്പി 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അപ്പം ഇതിൻ്റെ പകുതിയും കൂടെ നമുക്ക് ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കും. ചീരയിലേക്ക് ഒരു 2 തണ്ട് 2 സ്റ്റിക്കിൻ്റെ ഇത് നമ്മുടെ കറുവാപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കണം. ഈ തിളയ്ക്കുന്ന ഇതിനകത്തോട്ട് തിളയായി വരുന്നുണ്ട്. തിളയ്ക്കുന്നതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ചീര നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ചീരയൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള പിള്ളേർക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആയിരിക്കും. ഈ വേനൽ സമയത്തൊക്കെ നമുക്ക് പിള്ളേർക്ക് അവർ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് സ്ക്വാഷ് ഉണ്ടാക്കി നമുക്കതൊരു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിരിക്കും. നമ്മുടെ ചീര വെന്ത് മാറ്റി വെച്ചത് കുറച്ച് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം. നമുക്ക് ഇതിനെ അരിച്ച് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു 1/2 കിലോ പഞ്ചസാര ഇതിനകത്ത് ചേർക്കാം. നമ്മുടെ ചീരയുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര ഇതിനൊരു കപ്പാണ്. അപ്പോൾ നമുക്ക് ഇത് ഒരു 1/2 കിലോ പഞ്ചസാര വേണം ഇതിനകത്ത് കേട്ടോ. ആ 1 കപ്പ് എന്ന് പറയുമ്പോൾ 1/2 കിലോയുടെ ഏകദേശം 1/2 കിലോ വരും. 1/2 കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കണം നമുക്ക്. എന്നിട്ട് നമുക്ക് ഒരു 2 ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് ഇത് കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ. ഇവിടെ സ്ക്വാഷ് ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇറക്കിയിട്ട് തണുത്തിട്ട് നമുക്ക് നോക്കാം. നമുക്കിനി അടുപ്പത്ത് ഇറക്കാം. നമ്മുടെ സ്ക്വാഷ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് അതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്ക്വാഷ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊഴിച്ചാൽ മതി. നമുക്ക് 1 ഗ്ലാസ് 3 മതിയാവും. ആവശ്യത്തിന് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ കസ് ഇതിൻ്റെ കൂടെ. ഇങ്ങനെയാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീര സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോനെ എന്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. എങ്ങനെയുണ്ട്? കുടിച്ചു നോക്കിയേ. കൊള്ളാവാ?